ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ലെഫ്റ്റ് റിക്കേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എ ഡിറൈവ്സ് എ ആൽഫ ഫോമിലുള്ള ഡെറിവേഷൻ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ലെഫ്റ്റ് റിക്കേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഡെറിവേഷൻ്റെ ലെഫ്റ്റിലുള്ളതും നോൺ ടെർമിനൽ എ ആയിരിക്കും. അതുപോലെ ഡെറിവേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് നോൺ ടെർമിനൽ സിമ്പിൾ അല്ലെ ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് സെയിം ലെഫ്റ്റിലുള്ള അതേ നോൺ ടെർമിനൽ തന്നെയാവുന്ന സിറ്റുവേഷൻ. അതായത് എ ഡിറൈവ്സ് എ ആൽഫ ഫോമിലുള്ള ഡെറിവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് റിക്കേഷൻ രണ്ട് രീതിയിൽ പറഞ്ഞു, ഇമ്മീഡിയറ്റും ഇൻഡയറക്റ്റും പറഞ്ഞു. ഞാൻ രണ്ടിനെയും എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതേപോലൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനാണ് ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ ഗ്രാമറിനെ മോഡിഫൈ ചെയ്യുക. അല്ല അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാമർ ട്രാൻസ്ഫോർമേഷനാണ് ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. സോ ലെഫ്റ്റ് ഫാക്ടറിംഗ് ഈസ് എ grammar transformation that is useful for producing a grammar suitable for predictive or top down parsing. അപ്പോൾ ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഴ്സിംഗ് മെത്തേഡ്സ് ആണ്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് അതുപോലെ ബോട്ടം അപ്പ് പാഴ്സിംഗ് മെത്തേഡ്സ്. അപ്പോൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് അല്ലെങ്കിൽ അതിനുള്ള ഇപ്പോൾ പ്രഡിക്റ്റീവ് പാഴ്സിങ്ങിനൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ ഗ്രാമറിനെ മോഡിഫൈ ചെയ്യുക, അതിനെ ഗ്രാമറിനെ ട്രാൻസ്ഫോം ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലെഫ്റ്റ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആവശ്യം വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഒരു ഓൾട്ടർനേറ്റീവും ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഫസ്റ്റ് കാണുന്ന കുറേ സിമ്പിൾസ് ഒരു 3-4 സിമ്പിൾസ് ഒരേപോലെയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമുക്ക് കറക്റ്റ്, അതോ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമുക്ക് കറക്റ്റ് എന്നൊരു ഡിസിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷൻസിനെ റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിസിഷൻ നമ്മളിപ്പം തുടക്കത്തിലേ എടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടത് ഡിലേ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫർ ദ ഡിസിഷൻ അൺടിൽ enough of the input has been seen to make the right choice. എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ഓൾട്ടർനേറ്റീവ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ നോൺ ടെർമിനൽ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വണ്ണിലാണെങ്കിൽ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു ഇൻപുട്ട് കിട്ടി, അതിനകത്ത് ഈഫ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് എടുക്കാം, സെക്കൻഡ് എടുക്കാം. നെക്സ്റ്റ് ഈഫിനെ ഫോളോ ചെയ്തിട്ട് എക്സ്പ്രഷൻ വന്നു, അപ്പോഴും നമുക്ക് രണ്ട് ഓപ്ഷനും എടുക്കാം. നെക്സ്റ്റ് ദെൻ വന്നു, അപ്പോഴും രണ്ട് ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അപ്പോഴും നമുക്ക് ഈ ഓപ്ഷനും ഈ ഓപ്ഷനും എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. എന്ന് വെച്ചാൽ രണ്ട് ഓൾട്ടർനേറ്റീവുകൾ, അതായത് വെൻ ചോയ്സ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഈസ് നോട്ട് ക്ലിയർ. അപ്പോൾ നമുക്കതിൽ ഏതാണ് ചോയ്സ് എടുക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് റീറൈറ്റ് ദ പ്രൊഡക്ഷൻസ് ടു ഡിഫർ ദ ഡിസിഷൻ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ രണ്ടിലും ഈ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. 1, 2, 3, 4 ഈ 4 ടേംസ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു കോമൺ പ്രിഫിക്സ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കോമൺ പ്രിഫിക്സ് ഉള്ള സിറ്റുവേഷനെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ഗ്രാമറിനെ റീറൈറ്റ് ചെയ്യും. അപ്പോൾ റീറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസിഷൻ തുടക്കം മുതലേ എടുക്കേണ്ട സിറ്റുവേഷൻ നമുക്ക് ഡിലേ ചെയ്യുക. എന്നുവെച്ചാൽ ഇത്രയും സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസിഷൻ എടുത്താൽ മതി എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ഗ്രാമറിനെ റീറൈറ്റ് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാണ് ലെഫ്റ്റ് ഫാക്ടറിങ്ങിൻ്റെ മെത്തേഡ്. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് നമ്മളൊരു മെത്തേഡ് പറയുകയാണ്, ഇഫ് എ ഗീവ്സ് എ ആൽഫ ബീറ്റ 1 ഓർ ആൽഫ ബീറ്റ 2 ഈ ഫോമിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുക്കാം. ഇവിടെ ആൽഫ ബീറ്റ 1 ഓർ ആൽഫ ബീറ്റ 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും എന്താണ് ഒരു കോമൺ പ്രിഫിക്സ് ആൽഫ വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മളുടെ ആൽഫ. അപ്പോൾ ഇത് ആൽഫ എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ 1 ആയി, ഇവിടെ ബീറ്റ 2 എന്ന് പറഞ്ഞാൽ നൾ സ്ട്രിങ് ആയി. അപ്പോൾ ആ ഒരു ഫോമിലുള്ള പ്രൊഡക്ഷൻ. സോ എ ഗിവിങ് സം കോമൺ പ്രിഫിക്സ് രണ്ട് പ്രൊഡക്ഷൻ്റെ കേസിലുണ്ട്. അതാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഫോളോഡ് ബൈ സം ബീറ്റ ഫസ്റ്റ് കേസ്, അതായത് എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആദ്യത്തെ ബീറ്റ 1. ഇനി സെക്കൻഡ് കേസിലാണെങ്കിൽ ആൽഫ ബീറ്റ 2. ബീറ്റ 2 ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ നൾ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് വരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ഏത് വഴിക്കാണ് നമ്മൾ ഏത് റൂൾ ഉപയോഗിച്ചാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. സോ വി ഡി നോട്ട് നോ വെദർ ടു എക്സ്പാൻഡ് എ ടു ആൽഫ ബീറ്റ 1 ഓർ ആൽഫ ബീറ്റ 2. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊഡക്ഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാണ്. സോ ഡിഫർ ദ ഡിസിഷൻ ബൈ എക്സ്പാൻഡിങ് എ ടു ആൽഫ എ ഡാഷ്. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ കോമൺ പ്രിഫിക്സ് ആയിരുന്നതുകൊണ്ട് ഈ എ നമ്മൾ ആദ്യം എന്താക്കി മാറ്റി, ഈ ഒരു ഫോമിലേക്ക് ആദ്യം ട്രാൻസ്ഫോം ചെയ്തു. സോ എ ഡിറൈവ്സ് ആൽഫ എ ഡാഷ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് അതിനെ മാറ്റി. അപ്പോൾ ആൽഫ കാണുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു വഴിക്ക് പോവാം. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ പ്രിഫിക്സിനെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്നു. അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു സ്റ്റേറ്റ് അല്ല പുതിയൊരു നോൺ ടെർമിനൽ എ ഡാഷ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ആൽഫ കാണുമ്പോൾ ആൽഫ നമ്മളുടെ ഇൻപുട്ടിലുണ്ടെങ്കിൽ അത് ഈ റൂൾ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്ത് പോകും. അപ്പോൾ ആൽഫ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള ഡിസിഷനാണ് നമ്മൾ ഈ എ ഡാഷിൻ്റെ പ്രൊഡക്ഷൻ വഴി ഡിഫൈൻ ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ സീയിങ് ദ ഇൻപുട്ട് ഡിറൈവ്ഡ് ഫ്രം ആൽഫ എക്സ്പാൻഡ് എ ഡാഷ് ടു ബീറ്റ 1 ഓർ ടു ബീറ്റ 2.
അപ്പോൾ ഈ ഒരു ഫോമിലുള്ള പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത് നോക്കിയേ. എ ഗിവിങ് ഈ ആൽഫ നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്തു. എന്നിട്ട് സെക്കൻഡായിട്ട് നമ്മൾ നോൺ ടെർമിനൽ എ ഡാഷ് ആഡ് ചെയ്തു. അപ്പോൾ ആൽഫ കാണുമ്പോൾ അത്ര, അതായത് ഈ എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എ ഗിവിങ് ഇവിടെ ആൽഫയിൽ അത്രയും പോർഷൻ വരും, ഈ എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ എ ഡാഷ്. ഇനി എ ഡാഷിൽ എന്തെല്ലാം ആവാം, ഒന്നുകിൽ β1 വരാം, അല്ലെങ്കിൽ β2 വരാം. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ അത്രയും പോർഷൻ ആ കോമൺ പ്രിഫിക്സിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ β1 എടുക്കണോ β2 എടുക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ ആ ഡിസിഷൻ എടുക്കുന്നതിനെ ഒന്ന് ഡിലേ ചെയ്യിക്കുക അല്ലെങ്കിൽ ഡിഫർ ചെയ്യുക. അതാണ് നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ എ ഗിവിങ് ആൽഫ β1 ഓർ ആൽഫ β2 ഫോമിലുള്ള പ്രൊഡക്ഷൻസിനെ നമ്മൾ ഈ രണ്ട് പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. എ ഗിവിങ് ആൽഫ എ ഡാഷ്. ഇനി എ ഡാഷിൽ ബേസിക്കലി എന്തൊക്കെയാണ് വന്നേക്കെന്ന് നോക്കി, β1ഉം β2. ഇത് അങ്ങോട്ട് കൊടുത്താൽ എന്താവും, ആൽഫ β1 ആവും, അതുപോലെ ആൽഫ β2 ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനെ നമ്മൾ രണ്ട് പ്രൊഡക്ഷൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയൊരു മെത്തേഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് പ്രൊസീജിയറിനൊന്നും പറയാൻ മാത്രമേ ഇല്ല, നേരത്തെ പറഞ്ഞത് തന്നെ ഒരു അൽഗോരിതം ടേംസിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ ഗ്രാമർ ജി ആൻഡ് ഔട്ട്പുട്ട് ഈസ് ആൻ ഈക്വലൻറ്റ് ലെഫ്റ്റ് ഫാക്ടർ ഗ്രാമർ. നമ്മുടെ ജി എന്ന് പറഞ്ഞ ഗ്രാമറിനെ നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് കഴിഞ്ഞിട്ടുള്ള ഗ്രാമറായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർ ഈച്ച് നോൺ ടെർമിനൽ എ ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് പ്രിഫിക്സ് ആൽഫ കോമൺ ടു 2 or more ഓഫ് ഇറ്റ്സ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ നോൺ ടെർമിനൽ എന്ന് കരുതുക എ. അതിന് നമ്മൾ രണ്ടോ അതിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സിന് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രിഫിക്സ് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരുന്ന പ്രിഫിക്സ് പോർഷൻ എന്താണ്, ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പോർഷനായിരിക്കും നമ്മളുടെ ആൽഫ. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഫോർ ഈച്ച് നോൺ ടെർമിനൽ എ ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് പ്രിഫിക്സ് ആൽഫ. ഇനി ഇഫ് ആൽഫ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ദർ ഇസ് എ നോൺ ട്രിവിയൽ കോമൺ പ്രിഫിക്സ്. ആൽഫ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രിഫിക്സ് അതിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈഫ് ആൽഫ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ റീപ്ലേസ് ഓൾ ദ എ പ്രൊഡക്ഷൻസ്. അപ്പോൾ ഈ ഫോമിലുള്ള പ്രൊഡക്ഷൻ എ ഗിവിങ് ആൽഫ β1 ആൽഫ β2 എക്സെട്ര അപ് ടു ആൽഫ βn ഓർ ഗാമ. അപ്പോൾ ഈ കേസിൽ ഈ ഫസ്റ്റ് ആൽഫ കാണുന്ന എല്ലാ പ്രൊഡക്ഷൻസ് നോക്കി അതിൻ്റെ അകത്തെല്ലാം കോമൺ പ്രിഫിക്സ് ആൽഫ ആയിരിക്കും. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ആൽഫ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫോമിലുള്ള പ്രൊഡക്ഷൻസിന് എ ഗിവിങ് ആൽഫ β1 ആൽഫ β2 എക്സെട്ര അപ് ടു ആൽഫ βn, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ പ്രിഫിക്സ് ആണ്. അത് എല്ലാ പ്രൊഡക്ഷൻസിൻ്റെയും ഫസ്റ്റ് പോർഷനിലുണ്ട്. അത് നൾ സ്ട്രിങ് അല്ലതാനും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസിനെ നമ്മൾ ഈ താഴെ കാണുന്ന രണ്ട് പ്രൊഡക്ഷൻസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു. ആൽഫ എ ഗിവിങ് ആൽഫ എ ഡാഷ് ഓർ ഗാമ. ഈ ഗാമയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആൽഫ ഇല്ല. ആൽഫ ഉള്ള കമ്പോണൻസ് ഈ ഫസ്റ്റ് കാണുന്ന ഇത്ര എണ്ണമാണ്. സോ ഗാമ എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റിലെ ആൽഫ അല്ല കോമൺ പ്രിഫിക്സ് വരുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളുടെ ഗ്രാമറിലെ ഓരോ നോൺ ടെർമിനലും എടുക്കുക, അതിൻ്റെ ഓരോ ഓൾട്ടർനേറ്റീവ്സും എടുത്ത് നോക്കുക. ഇനിയിപ്പോൾ അതിന് 3 ഓൾട്ടർനേറ്റീവ് ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിന് കോമൺ ആയിട്ട് വരുന്ന പ്രിഫിക്സ് കണ്ടുപിടിക്കുക. എന്നുവെച്ചാൽ രണ്ടിൻ്റെയും ഫ്രണ്ടിൽ ഒരേപോലെ വരുന്ന പോർഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആൽഫ എന്ന് പറയുന്നത്. ഇനി ആൽഫ നൾ സ്ട്രിങ് അല്ല, അങ്ങനെ ഒരു കമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോമിലുള്ള പ്രൊഡക്ഷനെ ഈ ഫോമിൽ റീറൈറ്റ് ചെയ്യുക. അപ്പോൾ എ ഗിവിങ് ആൽഫ കോമൺ കമ്പോണൻറ്റ് ആദ്യം എഴുതി പുതിയൊരു നോൺ ടെർമിനൽ എ ഡാഷ് ഫോം ചെയ്തു. ഇനി ഓർ ഗാമ നമ്മൾ ഡയറക്റ്റ്ലി അവിടെ പ്ലേസ് ചെയ്തു. എന്തുകൊണ്ടാണ്, ആ ഗാമയ്ക്കുള്ളിൽ ആൽഫ വരുന്നില്ല. ഇനി സെക്കൻഡ് കേസ് ഇവിടെ നമ്മൾ പുതുതായിട്ട് ഡിഫൈൻ ചെയ്ത നോൺ ടെർമിനലാണ് എ ഡാഷ് എന്ന് പറയുന്നത്. സോ എ ഡാഷിനെ നമ്മൾ ഒന്നുകിൽ β1 ആവാം, β2 ആവാം, എക്സെട്ര അപ് ടു βn ആവാം. അപ്പോൾ ആ ഒരു ഡിസിഷൻ നമ്മൾ എപ്പോഴേ എടുക്കുന്നുള്ളൂ, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻപുട്ടിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് മാത്രം, ആൽഫയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ടിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ മുമ്പോട്ടേക്ക് β1 എടുക്കണോ β2 എടുക്കണോ അതോ βn വരെ ഏതെടുക്കണം എന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് നേരെ ആൽഫ കഴിഞ്ഞാൽ തന്നെ ഉടനെ β1 കാണും, ഇവിടെ ആൽഫ കഴിഞ്ഞ ഉടനെ β2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓൾട്ടർനേറ്റീവ് എടുക്കണം നമുക്ക് ഡിസിഷൻ തുടക്കത്തിൽ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോമിൽ പ്രൊഡക്ഷൻസിനെ റീറൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വേണം നമുക്ക് എന്തായാലും മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എ ഡാഷിന് ഓൾട്ടർനേറ്റീവായിട്ട് ഇതിലേത് വേണം നമ്മുടെ സെൻറ്റൻസിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച് അതിനനുസരിച്ച് ഇതിലേതെങ്കിലും ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞു ഗാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ഡു നോട്ട് ബിഗിൻ വിത്ത് ആൽഫ. ആൽഫ വെച്ച് തുടങ്ങുന്ന എല്ലാം ഇതിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഇതിനുള്ളിൽ ആൽഫ വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് 2 പ്രൊഡക്ഷൻസ് കാണാം ഉണ്ടല്ലോ. എസ് ഗിവിങ് IETS. ഈ ഐ എന്ന് പറഞ്ഞാൽ മറ്റേ ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, എൽ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ അകത്ത് വന്നു. ഓർ എ ഗിവിങ് ബി.
ഇനിയിപ്പോൾ ഈ ഒരു ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് എന്താ നമ്മൾ ശ്രമിക്കേണ്ടത്, 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ 3 ഓൾട്ടർനേറ്റീവ്സിൽ നമുക്ക് കോമൺ ആയിട്ട് പ്രിഫിക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസിന് കോമൺ ആയിട്ട് പ്രിഫിക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് പ്രിഫിക്സ് ഉണ്ട്. IETS ഇവിടെയുണ്ട്, IETS ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ കോമൺ പ്രിഫിക്സ് ആൽഫ എന്ന് പറയുന്നത് IETS. ഇനി ഫസ്റ്റ് കേസിൽ β1 എന്താണ്, ഇവിടെ β1ൻ്റെ വാല്യൂ ഇപ്പോൾ ഫസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയാണ് ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ടുള്ള പ്രിഫിക്സ് IETS. സോ ഇതാണ് നമ്മളുടെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അപ്പോൾ അത് നമ്മൾ ആൽഫയാക്കി. ഈ β1 = ε. ഈ ഫസ്റ്റിൽ ആൽഫ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കതിന് β1 ε എന്ന് എഴുതാം. ഇനി സെക്കൻഡ് കേസിലാണെങ്കിൽ ഇവിടെ ഇത്രയാണ് നമ്മുടെ ആൽഫ, ഇത് കഴിഞ്ഞ് ബാക്കി ES എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ റിമൈനിങ് പോർഷൻ ദാറ്റ് ഈസ് β1 അല്ലെങ്കിൽ β2 = ES. ദെൻ ലാസ്റ്റ് കാണുന്നത് ഗാമ = A. അതായത് ഫസ്റ്റ് ഇത് B1ഉം സെക്കൻഡ് β1ഉം സെക്കൻഡ് β2 ആണ്. അത് 1 തെറ്റായിട്ട് മാർക്ക് ചെയ്താൽ 2 ആണിത് കേട്ടോ. β2 = ES. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാമറിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് പ്രിഫിക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽഫയാക്കി ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഈ ഫസ്റ്റ് കേസിലാണെങ്കിൽ ഈ കോമൺ പ്രിഫിക്സ് കഴിഞ്ഞ് പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് β1 = ε. ഈ സെക്കൻഡ് കേസിലാണെങ്കിൽ കോമൺ പ്രിഫിക്സ് കഴിഞ്ഞ് ES ഉള്ളതുകൊണ്ട് β2 = ES. ഇതാണ് നമ്മളുടെ റൂൾസ്. അപ്പോൾ A ഗിവിങ് ആൽഫ β1 ആൽഫ β2 എക്സെട്ര അപ് ടു ആൽഫ βn ഓർ ഗാമ, ഈ ഫോമിലുള്ള പ്രൊഡക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് എങ്ങനെയാണ് നമ്മൾ റീറൈറ്റ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മളുടെ റൂൾസ്. A ഗിവിങ് ആൽഫ A' എന്നാണ് നമ്മളതിനെ ഫസ്റ്റ് മാറ്റേണ്ടത്. അപ്പോൾ A ഇവിടെ നമ്മുടെ കേസിൽ S ആണ്. സോ S ഗിവിങ് ആദ്യം നമ്മൾ ആൽഫ എഴുതണം. ആൽഫ എന്താണ്, IETS. അപ്പോൾ IETS ആൽഫ വന്നു. പിന്നെ ഫോളോ ചെയ്തിട്ട് എന്ത് വരണം, A' ആണ് വരേണ്ടത്. ഇവിടെ Aക്ക് പകരം S ആയതുകൊണ്ട് ഇവിടെ നമ്മൾ S' ആഡ് ചെയ്തു. ഓർ നെക്സ്റ്റ് വരേണ്ടത് ഗാമയാണ്. ഗാമ ഇവിടെ എന്താണ്, ഗാമ = A. അപ്പോൾ A നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ റെഡിയായി. ഇനി സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ S' എന്ന് പറഞ്ഞാൽ പുതിയൊരു നോൺ ടേമിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ A ഗിവിങ് ആൽഫ A' ആയതുകൊണ്ട് S ഗിവിങ് ആദ്യം നമ്മൾ ആൽഫ ആണ് ഇത്രയും പോർഷൻ അതങ്ങനെ എഴുതി, A' പകരം S' എഴുതി, ഗാമയ്ക്ക് പകരം A എഴുതി. ഈ നെക്സ്റ്റ് പ്രൊഡക്ഷൻ എന്തായിരിക്കും, ഈ S' എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ S' അല്ലെങ്കിൽ A' ഗിവിങ് β1 ഓർ β2 എക്സെട്ര അപ് ടു βn. ഇവിടെ നമുക്ക് എത്ര ബീറ്റ വരും, ഈ രണ്ടെണ്ണത്തിലെ കോമൺ പ്രിഫിക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ β1 വരും, ഇവിടെ β2 വരും. അപ്പോൾ β1 അല്ലെങ്കിൽ β2 ഏതൊക്കെയാണ് വന്നേക്കുന്നത്, ഒന്ന് എപ്സിലോണും ഒന്ന് ESഉം. ഇവിടെയാണെങ്കിൽ എപ്സിലോൺ, ഇവിടെയാണെങ്കിൽ ES. സോ ES ഓർ എപ്സിലോൺ. ഈ ഗിവിങ് ബി എന്നുള്ള പ്രൊഡക്ഷന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് ഒഴിവാക്കാൻ വേണ്ടി ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വഴി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കോമൺ പ്രിഫിക്സ് നമ്മുടെ ഗ്രാമറിലെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസിൽ ഉണ്ടെങ്കിൽ അത് കോമൺ പ്രിഫിക്സ് വരുന്നതിനെ നമ്മൾ മാറ്റി റീറൈറ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ A ഗിവിങ് ആൽഫ β1 അല്ലെങ്കിൽ ആൽഫ β2 ഫോമിലുള്ള പ്രൊഡക്ഷനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് A ഗിവിങ് ആൽഫ A' ഓർ ഗാമ, അതുപോലെ A' ഗിവിങ് β1 β2 എക്സെട്ര അപ് ടു βn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ പ്രോസസ്സിങ് കഴിഞ്ഞ് മാത്രം β1 വേണോ β2 വേണോ എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ഒഴിവാക്കി ഇതിലേത് ഓൾട്ടർനേറ്റീവ് ആണ് ചൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ നമ്മൾ ഡിലേ ചെയ്യിക്കുക അല്ലെങ്കിൽ ഡിഫർ ചെയ്യിക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലെഫ്റ്റ് ഫാക്ടറിങ്. താങ്ക് യു.